ജാർഖണ്ഡിലെ ഹസാരിബാഗ് ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 4 കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത്. കൊല്ലപ്പെട്ടവരിൽ 15 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന ഒരു മുതിർന്ന കമാൻഡറും ഉൾപ്പെടുന്നുണ്ട്. CRPFന്റെ എലൈറ്റ് യൂണിറ്റായ 209ാം ബറ്റാലിയൻ കോബ്ര കമാൻഡോകളും സംസ്ഥാന പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ കോട്ടിനീറാണ് മികച്ച വിജയം നേടിയത്. മാവോയിസ്റ്റ് റീജിയണൽ കമ്മിറ്റി അംഗമായ സഹദേവ് മഹ്തോ ആണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ. 15 ലക്ഷം രൂപയാണ് ഇയാളുടെ തലയ്ക്ക് സർക്കാർ വിലയിട്ടിരുന്നത്. 2011 ചായ്ബാസ ജയിൽ ചാട്ടക്കേസ് ഉൾപ്പെടെ 41ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. സഹദേവ് മഹ്തോയുടെ ഭാര്യയും സ്പെഷ്യൽ സോണൽ കമ്മിറ്റി അംഗവുമായ നതാഷയാണ് കൊല്ലപ്പെട്ട മറ്റൊരാൾ. 10 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന സോണൽ കമ്മിറ്റി അംഗം രഞ്ജിത ഗഞ്ചു, 1 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന ഏരിയ കമാൻഡർ ബുധൻ കർമാലി എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റു 2 പേർ. ഹസാരിബാഗിലെ കെരദാരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഖാപ്പിയ ബത്തുക വനമേഖലയിൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. ഏകദേശം അരമണിക്കൂറോളം നീണ്ടുനിന്ന കടുത്ത വെടിവെപ്പിനൊടുവിലാണ് 4 പേർ കൊല്ലപ്പെട്ടത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല. ഏറ്റുമുട്ടൽ സ്ഥലത്തു നിന്നും അത്യാധുനികമായ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. മാവോയിസ്റ്റ് കേഡറുകളിൽ നിന്നും വെടിവെപ്പ് നേരിടേണ്ടി വന്നപ്പോൾ സൈന്യം കോമ്പൗണ്ടിംഗ് ഓപ്പറേഷൻ നടത്തുകയായിരുന്നുവെന്നും തുടർന്ന് തിരിച്ചടി ഉണ്ടായെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇന്ത്യ TV ന്യൂസിലെ റിപ്പോർട്ടുകൾ പ്രകാരം വെടിവെപ്പ് മണിക്കൂറുകളോളം നീണ്ടുനിന്നു. തുടർന്ന് സ്ഥലത്തു നിന്നും 4 മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. വിമത പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, മറ്റു വസ്തുക്കൾ എന്നിവയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. വിശ്വസനീയമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ആരംഭിച്ചതെന്നും ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആക്രമണത്തിന് സൈന്യം ഫലപ്രദമായി മറുപടി നൽകുകയും മാവോയിസ്റ്റുകളെ നിർവീര്യമാക്കുകയും ചെയ്തു. ബാക്കിയുള്ള കലാപകാരികളൊന്നും രക്ഷപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തിരച്ചിൽ തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ഈ പ്രദേശത്ത് ഇടയ്ക്കിടെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇടതൂർന്ന വനപ്രദേശങ്ങൾ പലപ്പോഴും പ്രവർത്തനങ്ങളുടെ താവളമായി ഉപയോഗിക്കുന്നു. ഹസാരിബാഗ് പോലുള്ള ദുർബല ജില്ലകളിൽ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു. മുൻകരുതൽ നടപടിയായി സമീപ പ്രദേശങ്ങളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. കലാപം തടയുന്നതിനും ബാധിത പ്രദേശങ്ങൾ സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള സുരക്ഷാ ഏജൻസികളുടെ തുടർച്ചയായ ശ്രമങ്ങളെയാണ് ഏറ്റവും പുതിയ ഏറ്റുമുട്ടൽ അടിവരയിടുന്നത്. അതേസമയം ഇന്ത്യയിലെ പതിറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിൽ മാവോയിസം വേരൂന്നിയതായും തുടർന്ന് നിരവധി സംസ്ഥാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതായും കാണാം. സായുധ കലാപം ശക്തമായി നിലനിന്ന അവസാന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആയിരുന്നു. 3 വർഷത്തിനുള്ളിൽ സുരക്ഷാ സേന മെച്ചപ്പെട്ട ആയുധങ്ങൾ, സാങ്കേതിക ഇന്റലിജൻസ്, ഡ്രോണുകൾ, കവചിത വാഹനങ്ങൾ എന്നിവയുടെ രൂപത്തിൽ മെറ്റീരിയൽ അപ്ഗ്രഡേഷൻ എന്നിവ വിന്യസിച്ചതോടെ മാവോയിസ്റ്റുകളുടെ മുഴുവൻ നേതൃത്വവും കൊല്ലപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.